ഹായ് ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജിയെക്കുറിച്ചാണ്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഇനി എന്ത് മാറ്റമാണ് നിങ്ങളിൽ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കാം, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ടൈംലെസ് ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രണയം, ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയോട് ഒരുപാട് പ്രണയം നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോഴും അവരെ കാത്തു നിൽക്കുന്നുണ്ട്. ഇതൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോയവർക്കാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോഴും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് പ്രണയം ഉണ്ടായിരുന്നു, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും. ഇത് നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ അത്രമാത്രമായിരുന്നു നിങ്ങളെ വ്യക്തിയെ സ്നേഹിച്ചിരുന്നതും. അത്രമാത്രം നിങ്ങൾ ഡീപ്പ് കണക്ഷനായിരുന്നു. ഒരുപാട് ഹൃദയം നിറഞ്ഞ ഒരു സ്നേഹം തന്നെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും. അത്രമാത്രം എന്തും തുറന്നു പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് അത്രമാത്രം സന്തോഷകരമായി പോയ ആ ഒരു നിമിഷമായിരുന്നു നിങ്ങളുടേത് കേട്ടോ. ആ ഒരു സമയത്ത് ആയിരിക്കണം നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും നിങ്ങളെ ചീറ്റ് ചെയ്തു പോയത് എന്നാണ് ഇവിടെ കാണുന്നത്. ചീറ്റ് ചെയ്തു പോയി, പക്ഷേ ഇതിൽ നിന്നും നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്നും നിങ്ങൾ ഒരുപാട് ആ വേദന സഹിച്ച് കാണും. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് പോയപ്പോഴും നിങ്ങൾ അത്രയും മാത്രം തളർന്നും വിഷമിച്ചും കരഞ്ഞും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തും പിന്നീട് നിങ്ങൾക്ക് തോന്നി ഇതിൽ നിന്ന് തന്നെ നിൽക്കാൻ പറ്റില്ല കാരണം അത്രമാത്രം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ വ്യക്തി നിങ്ങളെ ചതിച്ച സമയത്ത്, നിങ്ങളെ ചീറ്റ് ചെയ്തു പോയ സമയത്ത് നിങ്ങൾ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചതായിട്ടാണ് കാണുന്നത്. അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ആ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വന്നു. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ ഒരു ചേഞ്ചിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വീണ്ടും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല എന്താണ് ഞാനിനി ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്കൊരു അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ എന്താ പറയുക ആ ഒരു ഗുരുതരാവസ്ഥ എന്ന് തന്നെ പറയാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് പോയ സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവാം. ആരോടും തുറന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾക്കിടയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവാം, കരഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് സംഭവിച്ചതായി കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പിന്നീട് തീരുമാനിക്കുകയാണ് ഞാനിത് എന്ത് വഴിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്. നിങ്ങൾ തന്നെ ഒരു കൺഫ്യൂഷൻ മൈൻഡ് നിങ്ങൾക്ക് വന്നു. അതായത് ഞാൻ എന്ത് മാറ്റത്തിലാണ്, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണോ, അല്ല ഞാൻ മറ്റേതെങ്കിലും വഴി നോക്കണോ എന്നൊക്കെ നിങ്ങൾക്കൊരു ചിന്ത വന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയത്ത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും മൂവ് ഓൺ ആയി നിങ്ങളുടെ വഴി നിങ്ങൾ സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. അത്രയും സ്നേഹമുള്ള നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും കാലം അത്ര ഡീപ്പ് കണക്ഷൻ ആയിരുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും. അപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങളിപ്പോൾ ഒരു ചേഞ്ച്, അതായത് നിങ്ങൾക്ക് മതിയായി, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് മതിയായി, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ മുന്നോട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി വയ്യ, അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ വഴി സ്വീകരിച്ച് നിങ്ങളുടെ ജോലിക്കാര്യമാവാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പാഷൻ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാനുള്ള അതിലൊക്കെ നിങ്ങളൊന്ന് ഏർപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ. കാരണം എന്താണെന്ന് അറിയോ, നിങ്ങളുടെ വ്യക്തിയിൽ അഡിക്റ്റായി നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ. അതായത്
നിങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കുറേ ശ്രമം നടത്തുന്നുണ്ട്. അതായത് ഇവരിൽ നിന്നും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിത് സാധിക്കുന്നില്ല. നിങ്ങളെ വ്യക്തിയെ നിങ്ങൾക്ക് പിരിയാൻ പറ്റാത്തതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ വ്യക്തിയെ നിങ്ങൾക്ക് എങ്ങനെയായാലും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അകലാൻ നിങ്ങൾക്ക് സാധ്യമാവാത്തതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ അത്രമാത്രം വേദനിച്ച ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലും ബ്രേക്കപ്പിലും എൻഡായ റിലേഷൻഷിപ്പിലാണെങ്കിലും എത്രമാത്രം നിങ്ങൾ ഇതിൽ നിന്നും ഒന്ന് പിന്മാറി നിങ്ങളേതായ വഴി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് ഇവരെ മറക്കാൻ പറ്റുന്നില്ല. കാരണം ഇവരിൽ നിങ്ങൾ അഡിക്റ്റായി. എന്ത് തന്നെ നിങ്ങൾ വഴി മുന്നോട്ട് നോക്കിയാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യത്തിലേക്ക് അല്ല നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ നോക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ അഡിക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും, ഇതെന്താ ഈ വ്യക്തിയെ എനിക്ക് മറക്കാൻ പറ്റാത്തത്. വല്ലാത്തൊരു ടോക്സിക് ബന്ധത്തിൽപ്പെട്ട ഒരവസ്ഥ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്തൊരവസ്ഥയായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ എനർജി പറയുന്നുണ്ട് ഇതിൽ നിന്നും പിന്മാറണം. പക്ഷെ നിങ്ങൾക്ക് രണ്ട് സൈഡ് ഇടയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ ആ വ്യക്തിനെ നിങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് നിങ്ങൾക്കിതിൽ നിന്നും പിന്മാറണമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് മാറാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ചെയ്യും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറും. നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, എനിക്കിത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് എൻ്റേതായ വഴി സ്വീകരിച്ച് ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്നാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി നിങ്ങൾ ആ ഒരു എഫേർട്ട് എടുക്കും. ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു എഫേർട്ട്, ഇത്രയും കാലം നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി ജീവിച്ചിട്ട് അവർ ഇതൊന്നും തിരിച്ചറിയാതെ ആയിരിക്കണം നിങ്ങളിൽ നിന്നും പോയത്. എന്നിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുത്ത് മുമ്പോട്ട് വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ ഒരു ഹാപ്പി ലൈഫ്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹാപ്പി ലൈഫ് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ പിന്മാറണം. നിങ്ങൾ അത് തന്നെ ഓർത്ത് ഇരിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾ ഈ വ്യക്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണക്ഷനൊക്കെ ശരിയാണ്, നല്ല കണക്ഷനാണ്. നിങ്ങളും നിങ്ങളെ വ്യക്തിയും നല്ല കണക്ഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്കിതിൽ നിന്നും പിന്മാറാൻ സാധ്യമല്ലാത്തത്. പക്ഷേ എങ്കിലും ഇപ്പം നിങ്ങളുടെ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊരു തളർന്നിരിക്കുന്നത് കണ്ടോ, ബോട്ടം ഓഫ് ദി ഡെക്ക് കണ്ടോ. നിങ്ങൾക്ക് ഇതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പിന്നെ ഒരു ജോലിയിലോ നിങ്ങളുടെ ശരീരത്തിലോ ഒന്നിലും നിങ്ങൾക്ക് ശ്രദ്ധ വരത്തില്ല. നിങ്ങളിങ്ങനെ തളർന്ന് അതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് മുന്നോട്ടൊരു ജോലിയിലോ ഒന്നും നിങ്ങൾ ചെയ്യാതെ നിങ്ങളിങ്ങനെ മടിച്ച് പോകും. നിങ്ങളെപ്പോലും അവസാനം നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വരും. അത്രമാത്രം അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഹാപ്പി ലൈഫിലേക്ക് നിങ്ങൾ എത്തും. കാരണം നിങ്ങൾ അതിന് ആക്ഷൻ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ കാരണം എന്താ പറയുക, ഈ ഒരു നെഗറ്റീവാണ്, നിങ്ങൾ ഡെവിളാണ്. ഈ ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അതിൽ നിന്ന് നിങ്ങളൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നാലാണ് നിങ്ങൾക്ക് ഒരു ഹാപ്പി ലൈഫ് ഉണ്ടാവുക. അപ്പം അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രമേ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളുടെ ആ പ്രണയം വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരികയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 കാർഡ് കൂടി നമുക്ക് എടുത്തു നോക്കാം ഒന്നും കൂടി.
അപ്പോൾ ഇവിടെ കിട്ടിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാരീരിക ബുദ്ധിമുട്ടും ഉണ്ടാവും. ഒരു എന്താ പറയുക, ഒന്നിലൊരു ശ്രദ്ധ വരുത്താതെ നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം നിങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥ വരും. നിങ്ങൾ ഈ പേഴ്സണിൽ തന്നെ ഇങ്ങനെ തന്നെ ഇരുന്ന് മുന്നോട്ട് പോയാൽ നിങ്ങൾ പല ബുദ്ധിമുട്ടും സാഹചര്യങ്ങളും ഉണ്ടാകാം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയിലേക്കാണ് ഇനി നിങ്ങൾ എത്തേണ്ടത്. ഇനി നിങ്ങൾ എത്തും. കാരണം നിങ്ങൾക്കൊരു ഒരു സാമർത്ഥ്യം, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാ കാര്യവും. ഞാൻ ഇങ്ങനെയൊക്കെ ഈ ഒരു പതനം, ഈ ഒരു നിങ്ങൾ അത്രമാത്രം വേദനിച്ചിട്ടാവാം നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി ആ വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധി വരാൻ തുടങ്ങും. ഇനി ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നാലും നിങ്ങളെ തളർത്താൻ ഇനി ആർക്കും പറ്റില്ല. അപ്പം നിങ്ങൾ ഈ ഒരു ക്യൂൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയിലേക്ക് എല്ലാ കാര്യവും ബുദ്ധിപരമായി വേണം നീങ്ങാൻ വേണ്ടി. ഇനി എപ്പോഴും ഈ ഒരു അവസ്ഥ തന്നെ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? ആര് നമ്മളെ ചീറ്റ് ചെയ്ത് പോയാലും, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയാലും അതേ ഇതിൽ തന്നെ ഇരിക്കാൻ പാടില്ല. കുറച്ച് ബുദ്ധി പ്രയോഗിച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പോയാൽ. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു ഹാപ്പി ലൈഫ് ജീവിതത്തിൽ ഉണ്ടാവൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും നിങ്ങളെ ശ്രദ്ധിക്കാതെ, നിങ്ങളെ ആരോഗ്യം നിങ്ങൾ തീരെ ശ്രദ്ധിക്കാതെ, നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ മാത്രം, ഈ ഒരു പേഴ്സണെ മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടും കഷ്ടനഷ്ടങ്ങളും സംഭവിക്കാനിടയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊരു ഹാപ്പി ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് മുമ്പോട്ട് വരണം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മാത്രമേ നിങ്ങളുടെ വ്യക്തി പഴയതുപോലെ നിങ്ങളിലേക്ക് എത്തിച്ചേരൂ. ഈ ഒരു പ്രണയം നിങ്ങളിലേക്ക്, ശരിയായ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ശരിയായ പ്രണയം നിങ്ങളിലേക്ക് വരൂ. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ് റീഡിംഗ്. ഇനിയൊരു പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം.